ടുഡേസ് ടോപ്പിക് ഈസ് ഹാവിങ് സെഡ് ദാറ്റ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഹാവിങ് എന്നതിൻ്റെ ഉപയോഗം പഠിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അതിൻ്റെ ലിങ്ക് ഇപ്പോൾ ഇവിടെ കൊടുക്കാം. അത് നിങ്ങൾ കേൾക്കുക, പഠിക്കുക. ഹാവിങ്ങിന് പലതരം ഉപയോഗങ്ങളുണ്ട്. ഹാവിങ് ഉപയോഗിച്ചാൽ എന്താണ്, നമ്മുടെ സ്പീക്കിങ്ങിന് നമുക്ക് വളരെ എഫക്റ്റീവാക്കി മാറ്റാൻ പറ്റുന്ന നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ഈ ഹാവിങ് എന്നുള്ളത്. അപ്പൊ ഇന്ന് നമ്മൾ പഠിക്കേണ്ടത് ഹാവിങ് സെഡ് ദാറ്റ് എന്നാണ്. അപ്പൊ ഇത് ഹാവിങ് സെഡ് ദാറ്റ് എന്ന് തന്നെ നിങ്ങൾ പഠിക്കണം. ഇതിന് മാറ്റം ചെയ്യാനോ ഒന്നും പറ്റില്ല. അപ്പൊ എന്തിനാണ് നമ്മൾ ഈ ഹാവിങ് സെഡ് ദാറ്റ് എന്ന് പറയുന്ന ഒരു ഫ്രേസ് എന്ന പോലെ ഇത് ഉപയോഗിക്കുന്നത്, എന്തിനാണ് എന്നാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. അപ്പൊ നമ്മൾ ചില സാഹചര്യങ്ങളിൽ ഇങ്ങനെ പറയും, നമ്മൾ ഹോട്ടലിൽ ചെന്നപ്പോൾ ഹോട്ടൽ ഭയങ്കര എക്സ്പെൻസീവ് ആയിരുന്നു അല്ലെ, അവിടുത്തെ ഭക്ഷണമൊക്കെ ഭയങ്കര എക്സ്പെൻസീവ് ആയിരുന്നു. എന്നിരുന്നാൽ തന്നെയും അവിടുത്തെ ഭക്ഷണമൊക്കെ നല്ലതായിരുന്നു നമ്മൾ പറയും. അതുപോലെ ചില സൽവാറൊക്കെ കാണുമ്പോൾ നമ്മൾ പറയും സൽവാർ ഭയങ്കര എക്സ്പെൻസീവ് ആണ്, ഇത് കാണുമ്പോൾ ഭയങ്കര വിലയാണ്, എന്നാലും ഇത് നല്ലതാണ് നമ്മൾ പറയും അല്ലെ. അപ്പോൾ ഹാവിങ് സെഡ് ദാറ്റ് എന്ന് പറയുന്നത് രണ്ട് കാര്യങ്ങളെ ഒന്നിച്ച് ചേർത്ത് പറയാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കും. അതായത് ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ, നീ മിടുക്കനാണ്, എന്നാലും അതൊക്കെ ശരിയാണ്, എങ്കിലും നീ കുറച്ചും കൂടെ നന്നാകാനുണ്ട്, അങ്ങനെ പറയാനാണ് നമ്മൾ ഹാവിങ് സെഡ് ദാറ്റ് ഉപയോഗിക്കുന്നത്. അതായത് ഹാവിങ് സെഡ് ദാറ്റ് എന്ന് പറഞ്ഞാൽ എന്നിരുന്നാലും, അല്ലെങ്കിൽ അതേസമയം, അതല്ലെങ്കിൽ അങ്ങനെയൊക്കെ ആണെങ്കിലും ഒക്കെയുള്ള ഒരു അർത്ഥത്തിലാണ് നമ്മൾ ഹാവിങ് സെഡ് ദാറ്റ് ഉപയോഗിക്കുന്നത്. അപ്പൊ നമുക്ക് സെന്റൻസ് നോക്കാം. ഇപ്പൊ ഞാൻ പറഞ്ഞ സെന്റൻസ് തന്നെ നമുക്കൊന്ന് എടുക്കാം. സൽവാർ എക്സ്പെൻസീവ് ആണ് എങ്ങനെ പറയും? ദ സൽവാർ ഈസ് എക്സ്പെൻസീവ്. സൽവാർ വളരെ വില കൂടിയതാണ്, എങ്ങനെ പറയും? ദ സൽവാർ ഈസ് എക്സ്പെൻസീവ്. അങ്ങനെയൊക്കെ ആണെങ്കിലും ഹാവിങ് സെഡ് ദാറ്റ് ഇറ്റ്സ് നൈസ്, ഇത് നല്ലതാണ്. അപ്പൊ എന്തിനാ നമ്മൾ ഹാവിങ് സെഡ് ഉപയോഗിച്ചത്? അത് വില കൂടിയതാണ്, ഭയങ്കര വിലയാണ്, പക്ഷെ കാണാൻ നല്ലതാണ്. നമ്മളൊരു ബട്ട് ഉപയോഗിക്കുന്ന പോലെ തന്നെ നമ്മൾ പറഞ്ഞില്ല, ഹാവിങ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്തിനാണ്? ആ ക്ലാസ് കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മുടെ സംസാരം നല്ലൊരു എഫക്റ്റീവാക്കി മാറ്റാനാണ് നമ്മൾ ഹാവിങ് ഉപയോഗിക്കുന്നത്. ഹാവിങ് സെഡ് ദാറ്റും ഓൾമോസ്റ്റ് ആ ഒരു ട്രിക്കിൽ തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്കവിടെ ബട്ട് ഉപയോഗിച്ച് വേണമെങ്കിൽ പറയാം, പക്ഷെ അല്ല, നമ്മളവിടെ ഹാവിങ് സെഡ് ദാറ്റ് ഉപയോഗിച്ചിട്ടാണ് ഇനി പറയുന്നത്. എങ്ങനെയാണ്? ദ സൽവാർ, ഓക്കെ, മൈ സൽവാർ ഈസ് എക്സ്പെൻസീവ്. ഹാവിങ് സെഡ് ദാറ്റ് ഇറ്റ് ഈസ് നൈസ്. അങ്ങനെയൊക്കെ ആണെങ്കിലും ഇത് നൈസ് ആണ്, നല്ലതാണ്, ഇറ്റ്സ് നൈസ്. ഓക്കെ, ഇനി നമ്മൾ കുട്ടികളോട് പറയും, നീ നല്ല മിടുക്കനാണ്, നല്ല മിടുക്കനായ കുട്ടിയാണ് നീ, എന്നാലും നീ മിണ്ടാതിരിക്കണമെന്ന് പറയും അല്ലെ. നിശബ്ദത പാലിക്കാൻ പറയേണ്ട സാഹചര്യങ്ങൾ നമുക്കുണ്ടാവും. അപ്പൊ നമുക്ക് എങ്ങനെ പറയാം? നീ നല്ല മിടുക്കനായ ഒരു ആൺകുട്ടിയാണ് എന്ന് എങ്ങനെ പറയും? യു ആർ എ ഗുഡ് ബോയ്. എന്നാലും അങ്ങനെയൊക്കെ ആണെങ്കിലും ഹാവിങ് സെഡ് ദാറ്റ് ബി എ ക്വയറ്റ്. നീ ക്വയറ്റ് ആകണം. എങ്ങനെ പറയാ? യു ആർ എ ഗുഡ് ബോയ്, ഹാവിങ് സെഡ് ദാറ്റ് ബി എ ക്വയറ്റ്. നീ ശാന്തനാകണം, നീ മിടുക്കനാണ്, യു ആർ എ ഗുഡ് ബോയ്, ഹാവിങ് സെഡ് ദാറ്റ് ബി എ ക്വയറ്റ്. നീ മിണ്ടാതിരിക്കുക, ശാന്തമായിട്ട് ഇരിക്കുക. ഇനി നമ്മൾ പറയും, വേറൊരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ, അവള് നല്ല കഴിവുള്ള ഒരു ടീച്ചറാണ്, പക്ഷേ എന്നാലും അവളുടെ സംസാര രീതിയൊക്കെ, ആ കമ്മ്യൂണിക്കേഷൻ സ്കില്ലൊക്കെ ഒന്ന് ഇംപ്രൂവ് ചെയ്യേണ്ട കാര്യമുണ്ട്. നമ്മൾ ചില ടീച്ചേഴ്സിനെയൊക്കെ കാണുമ്പോൾ നമ്മൾ പറയും പഠിപ്പിക്കാനൊക്കെ നല്ല കഴിവുണ്ട്, പക്ഷെ അവർ കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്ന ആ രീതിയിൽ ചില മാറ്റങ്ങൾ വരുത്താനുണ്ട്, അല്ലെങ്കിൽ അവർക്ക് നന്നായി ഇംപ്രൂവ് ആകാനുണ്ട് എന്ന് പറയും അല്ലെ. ടീച്ചറാണ്, എന്നിരുന്നാലും അതൊക്കെ ശരിയാണ് എങ്കിലും എന്നൊക്കെ നമ്മൾ പറയില്ലേ, ആ ഒരു രീതിയിൽ. അവള് നല്ലൊരു ടീച്ചറാണ് എന്ന് എങ്ങനെ പറയാൻ കഴിയും? നിങ്ങൾ തന്നെ പറയും, നല്ലൊരു ടീച്ചറാണ്, ഷീസ് ആൻ എക്സലന്റ് ടീച്ചർ. ഹാവിങ് സെഡ് ദാറ്റ്, എന്നിരുന്നാലും എന്ത് ചെയ്യണം? കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് നീഡ് ഇംപ്രൂവ്മെന്റ് ആവേണ്ട കാര്യമുണ്ട്. അവരുടെ കമ്മ്യൂണിക്കേഷൻ, ആശയവിനിമയ രീതി നീഡ് ഇംപ്രൂവ്മെന്റ്, നന്നായിട്ട് മാറ്റം വരുത്തേണ്ട, ഇംപ്രൂവ് ആവേണ്ട ഒരു സാഹചര്യമുണ്ട്. അപ്പൊ എങ്ങനെയാ പറയുക? നിങ്ങളൊന്ന് ട്രൈ ചെയ്യൂ. ഷീസ് ആൻ എക്സലന്റ് ടീച്ചർ, ഹാവിങ് സെഡ് ദാറ്റ് ഹെർ കമ്മ്യൂണിക്കേഷൻ സ്കിൽ നീഡ് ഇംപ്രൂവ്മെന്റ്. കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് നീഡ് ഇംപ്രൂവ്മെന്റ്. ഓക്കെ, ഇനി വേറെ എന്താണ് എക്സാമ്പിൾ? ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട് പറയാൻ അല്ലെ. ഇനി എനിക്ക് എൻ്റെ ബോയ് ഫ്രണ്ടിനെ ഇഷ്ടമാണ്, എന്നിരുന്നാലും എന്നാലും അവൻ സംസാരിക്കുന്നത് ഭയങ്കര സ്ലോലിയാണ്, ഭയങ്കര പതുക്കെയാണ് സംസാരിക്കണമെന്ന് പറയാം അല്ലെ. ബോയ് ഫ്രണ്ടിനെ എനിക്ക് ഇഷ്ടമാണ്, ഐ ലവ് മൈ ബോയ് ഫ്രണ്ട്.
എന്നാലും അങ്ങനെയൊക്കെ ആണെങ്കിലും എനിക്ക് ഇഷ്ടമാണ്, അതൊക്കെ ശരി തന്നെയാണ്. എന്നാലും എങ്ങനെ പറയാ? ഹാവിങ് സെഡ് ദാറ്റ് ഹി സ്പീക്സ് സ്ലോലി. എങ്ങനെ പറയാ? ഐ ലവ് മൈ ബോയ് ഫ്രണ്ട്. എന്നാലും അങ്ങനെയൊക്കെ ആണെങ്കിലും ഹാവിങ് സെഡ് ദാറ്റ് ഹി സ്പീക്സ് സ്ലോലി. അവൻ സംസാരിക്കുന്നത് പതുക്കെയാണ്. Everything you said is correct. What is the meaning? Everything you said is correct. നീ പറഞ്ഞതെല്ലാം ശരിയാണ്. എവറിത്തിങ് യു സെഡ് ഈസ് കറക്റ്റ്. ബട്ട് നമ്മൾ ഇനി ചേർക്കുന്നില്ല. നമ്മൾ എന്ത് ചേർക്കാണ്? ഹാവിങ് സെഡ് ദാറ്റ്. എന്നാലും അതൊക്കെ ആണെങ്കിലും, നീ പറഞ്ഞത് അങ്ങനെയൊക്കെ ആണെങ്കിലും ഐ ഹാവ് സം പ്രോബ്ലംസ്. എനിക്ക് കുറച്ച് പ്രശ്നങ്ങളുണ്ട്. നീ പറഞ്ഞതൊക്കെ ശരി തന്നെയാണ്, അതൊക്കെ ശരിയാണ്. എന്നിരുന്നാലും അങ്ങനെയൊക്കെ ആണെങ്കിലും എന്തുണ്ട്? ഐ ഹാവ് സം പ്രോബ്ലംസ്. അപ്പൊ എങ്ങനെ പറയാ? എവറിത്തിങ് യു സെഡ് ഈസ് correct. Having said that, I have some problems. എനിക്ക് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഇനി നമ്മൾ ചിലപ്പോൾ പറയും, നമ്മളൊക്കെ പറയണതാണ് എനിക്ക് കുറേ സർട്ടിഫിക്കറ്റ് ഉണ്ട് എന്നൊക്കെയാണെങ്കിൽ പോലും എന്താണ്? എക്സ്പീരിയൻസിനാണ് നമുക്ക് എപ്പോഴും ആവശ്യം കൂടുതൽ, അല്ലെ? അതിപ്പോ നിങ്ങളൊന്ന് ട്രൈ ചെയ്യൂ എങ്ങനെയാണ് പറയേണ്ടതെന്ന്. ഐ ഹാവ് ലോട്ട് ഓഫ് സർട്ടിഫിക്കറ്റ്. എനിക്ക് ഒത്തിരി സർട്ടിഫിക്കറ്റ് ഉണ്ട്. ഐ ഹാവ് എ ലോട്ട് ഓഫ് സർട്ടിഫിക്കറ്റ്. എന്നാലും അങ്ങനെയൊക്കെ ആണെങ്കിലും എന്ത് പറയും? ഹാവിങ് സെഡ് ദാറ്റ് എക്സ്പീരിയൻസ് ആണ് എന്ത്? അത്യാവശ്യം. എക്സ്പീരിയൻസ് ഫോർ എവറിത്തിങ്, അല്ലെ? എക്സ്പീരിയൻസ് ആണ് എല്ലാം. കുറെ സർട്ടിഫിക്കറ്റ് കയ്യിലുണ്ടായിട്ടൊന്നും കാര്യമില്ല. എക്സ്പീരിയൻസ് ഫോർ എവറിത്തിങ്. അപ്പൊ എങ്ങനെ പറയാ? ഐ ഹാവ് ലോട്ട് ഓഫ് സർട്ടിഫിക്കറ്റ്. ഒത്തിരി സർട്ടിഫിക്കറ്റ് ഉണ്ട്. ഹാവിങ് സെഡ് ദാറ്റ് എക്സ്പീരിയൻസ് ഫോർ എവറിത്തിങ്. എല്ലാത്തിനും എക്സ്പീരിയൻസ് ആണ് നല്ലത്. ഇനി എന്താണ്? നമ്മൾ ചിലപ്പോൾ പറയും, ചില സാഹചര്യങ്ങളിൽ നമ്മൾ പറയും, ആ ഹോട്ടൽ ഭയങ്കര എക്സ്പെൻസീവ് ആണ്. ഹാവിങ് സെഡ് ദാറ്റ്. എന്നിരുന്നാലും എന്താണ്? അവരുടെ ഫുഡെല്ലാം ഓസമാണ്. ഹാവിങ് സെഡ് ദാറ്റ് ഫുഡ് നല്ല ടേസ്റ്റ് ഉള്ളതാണ് എന്ന് നമുക്ക് പറയാൻ കഴിയും. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഹാവിങ് സെഡ് ദാറ്റ് എന്ന് പറയുന്നത്. നമ്മൾ രണ്ട് കാര്യങ്ങൾ കൂട്ടിച്ചേർത്ത് പറയാനാണ് നമ്മൾ ഹാവിങ് സെഡ് ദാറ്റ് ഉപയോഗിക്കുന്നത്. അപ്പൊ ഹാവിങ്ങിന്റെ ക്ലാസ് കേട്ടാൽ നിങ്ങൾക്ക് ഇത് വളരെ കൃത്യമായിട്ട് മനസ്സിലാവും കേട്ടോ. അപ്പൊ ഹാവിങ് സെഡ് ദാറ്റ് നമ്മൾ ബട്ട് ഉപയോഗിച്ചുകൂടെ എന്നൊക്കെ ചിലപ്പം ഒരു പക്ഷേ നിങ്ങൾ ചോദിക്കും. ചെയ്യാം, തെറ്റൊന്നുമില്ല. പക്ഷെ ഹാവിങ് സെഡ് ദാറ്റ് ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ഇംഗ്ലീഷ് കുറച്ചും കൂടെ നല്ലൊരു ചേഞ്ച് ആയി എന്ന് മനസ്സിലാക്കാൻ കഴിയും. അപ്പൊ ഹാവിങ് സെഡ് ദാറ്റ് എന്ന് പറഞ്ഞാൽ എന്നാലും അങ്ങനെയൊക്കെ ആണെങ്കിൽ, ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ അവൾ നല്ലൊരു എക്സലന്റ് ടീച്ചറാണ്. അങ്ങനെയൊക്കെ ആണെങ്കിലും അതൊക്കെ ശരി തന്നെയാണ്. കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഇംപ്രൂവ് ആവാനുണ്ട്. നല്ലൊരു കുട്ടിയാണ് നീ, എന്നാലും നീ ഇപ്പോ ക്വയറ്റ് ആവണം. സൽവാർ എക്സ്പെൻസീവ് ആണ്, അതൊക്കെ ശരിയാണ്. എന്നാലും എന്താണ്? ഹാവിങ് സെഡ് ദാറ്റ് നൈസ് ആണ്, നല്ലതാണ്. അപ്പൊ ഹാവിങ് സെഡ് ദാറ്റിന്റെ ഉപയോഗം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അധികം എക്സാമ്പിൾസിന്റെ ആവശ്യമില്ല, നിങ്ങൾക്ക് ആവശ്യമില്ല. എവറിത്തിങ് നിങ്ങൾ പറഞ്ഞതെല്ലാം ഇസ് കറക്റ്റ്. ഹാവിങ് സെഡ് ദാറ്റ് ഐ ഹാവ് സം പ്രോബ്ലം. ചിലപ്പോൾ അല്ലേ നമുക്ക് ഒരാൾ പറയണതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അതൊക്കെ ശരിയാണ്. എന്നിരുന്നാലും അങ്ങനെയൊക്കെ ആണെങ്കിലും എനിക്ക് കുറെ പ്രശ്നങ്ങൾ ഇപ്പോൾ ഉണ്ട്. അതിനാണ് നമ്മൾ ഹാവിങ് സെഡ് ദാറ്റ് ഉപയോഗിക്കുന്നത്. അപ്പൊ ക്ലിയർ? അപ്പൊ ഇനി നിങ്ങൾ സംസാരിക്കുമ്പോൾ ഇന്ന് മുതൽ നമ്മൾക്ക് ഒരു ദിവസം തന്നെ ഇതേപോലെ ഒത്തിരി സെന്റൻസുകൾ പറയേണ്ട സാഹചര്യം നമുക്കുണ്ട്. അപ്പൊ ഈ ഹാവിങ് സെഡ് ദാറ്റ് ഉപയോഗിച്ചിട്ട് ഇന്ന് നിങ്ങളുടെ ഇംഗ്ലീഷ് മാറ്റം വരുത്താൻ തുടങ്ങണം. ഇനി കുറെ പേര് എനിക്ക് കമന്റ് ബോക്സിലൊക്കെ കാണുന്ന ഒരു കമന്റാണ്, എനിക്ക് സംസാരിക്കണമെന്ന് ആഗ്രഹമുണ്ട്, അങ്ങനെ സംസാരിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെയുള്ളത്. ഒരു ട്രിക്ക് ഞാൻ പറയാം. നിങ്ങൾ സംസാരിക്കുമ്പോൾ ഡയറക്റ്റ് ആയിട്ട് വലിയ ലോങ് സെന്റൻസിലോട്ടൊന്നും ഫസ്റ്റ് പോകണമെന്നൊന്നും ഞാൻ പറയില്ല. നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യം, ഇപ്പം നമ്മൾ പറഞ്ഞില്ലേ ഹാവിങ് സെഡ് ദാറ്റ് തന്നെ നമുക്ക് എക്സാമ്പിൾ ആയിട്ട് എടുക്കാം. നിങ്ങൾക്ക് ഇങ്ങനെ പറയാം, നമ്മളൊരു ഹോട്ടലിൽ പോവുകയാണെങ്കിൽ പറയാം ഹോട്ടൽ ഭയങ്കര എക്സ്പെൻസീവ് ആണ്. ഹാവിങ് സെഡ് ദാറ്റ് ഫുഡ് നല്ലതാണ്, ഭക്ഷണം നല്ലതാണ്, അല്ല ഫുഡ് നല്ലതാണ്. രണ്ട് വാക്ക് നമ്മൾ അവിടെ ഇംഗ്ലീഷ് പറഞ്ഞു ഇല്ലേ? അതേപോലെ നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മുടെ മലയാളം സംസാരിക്കുന്നതിൽ കൂടി നമ്മൾ ഇംഗ്ലീഷ് വൊക്കാബുലറി ആഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. കാരണം വൊക്കാബുലറിയാണ് നമുക്ക് പ്രശ്നം, അല്ലെ? കിട്ടാണ്ട് വന്ന് നമ്മൾ നിന്ന് പോകുന്നത് ഈ വൊക്കാബുലറിയാണ് നമ്മളെ വില്ലനായിട്ട് നമുക്ക് കൂടെയുള്ളത്. അപ്പോൾ നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ മീൻ വൈൽ നമ്മൾ ഇംഗ്ലീഷ് മലയാളം സംസാരിക്കുമ്പോൾ മീൻ വൈൽ എന്ത് ചെയ്യണം? ഇംഗ്ലീഷ് വൊക്കാബുലറിയെ നമ്മൾ എന്ത് ചെയ്യണം? ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പൊ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ്. ഇന്നലെ ഞാൻ എടുത്തു അൺഎബിൾ ടു, നിങ്ങളത് കണ്ടിട്ടില്ല, പലരും കണ്ടിട്ടില്ല. അൺഎബിൾ ടു ഞാൻ കൊടുക്കുന്നുണ്ട്, നിങ്ങളത് കേൾക്കുക, പഠിക്കുക കേട്ടോ. അതേപോലെ തന്നെ നമ്മുടെ ക്ലാസ്സുകളൊക്കെ തുടങ്ങുന്ന കാര്യം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. എന്നെ കോൺടാക്ട് ചെയ്യുക.
അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം. ബൈ ബൈ.